പെട്ടെന്ന് ആസിഡ് മഴ പെയ്തു. ആസിഡ് നിലം തൊട്ടയുടനെ എല്ലാം ഉരുകാൻ തുടങ്ങി. കാറുകൾക്ക് പോലും ആസിഡിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ആളുകൾ കാറുകൾ ഉപേക്ഷിച്ച് അഭയം തേടിയോടി. റോഡുകൾ നരടമായി മാറിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം മഴ നിന്നു. ഒരാൾ ഭാര്യയെയും കുട്ടിയെയും ബൈക്കിൽ കയറ്റി നഗരത്തിന് പുറത്തുള്ള ഒരു ഷെൽട്ടറിലേക്ക് പുറപ്പെട്ടു. പക്ഷെ ബൈക്ക് അമിതമായി ഓടിയതിനാൽ അത് പുകയാൻ തുടങ്ങി. അടുത്ത മഴ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ബൈക്ക് ഉപേക്ഷിച്ച് നടക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ തന്റെ ഒരേയൊരു ഹെൽമറ്റ് കുട്ടിക്ക് നൽകി. ആകാശത്തെ വീണ്ടും ഇരുണ്ട മേഘങ്ങൾ കൂടി. മഴ ആരംഭിക്കാൻ പോകുകയായിരുന്നു. അയാൾ കുടുംബത്തോടൊപ്പം കാട്ടിലേക്കോടി. ഒടുവിൽ അവർ നഗരത്തിന് പുറത്തുള്ള ഷെൽട്ടറിലെത്തി. അത് നിറഞ്ഞിരുന്നു. ഗാർഡുകൾ ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. ആളുകൾ യാചിക്കുകയായിരുന്നു. പക്ഷെ സ്ഥലമില്ലെന്ന് ഗാർഡുകൾ പറഞ്ഞു. പെട്ടെന്ന് വെടിയൊച്ചകൾ മുഴങ്ങി. ജനക്കൂട്ടം ചിതറിപ്പോയി. കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ നിലത്തുനിന്ന് ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് വെള്ളം കണ്ടെത്താൻ പോയി. ഇരുവരോടും നടക്കാൻ പറഞ്ഞു. അയാൾ ഓടി. ഒടുവിൽ ഒരു വീട് കണ്ടെത്തി. ടാപ്പിൽ നിന്ന് വെള്ളം നിറച്ചു. പക്ഷെ അപ്പോൾ തോക്കുമായി ഒരാൾ വന്നു. ആ മനുഷ്യൻ കൈകൾ ഉയർത്തി വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീട്ടുടമസ്ഥൻ ബേസ്മെന്റിൽ നിന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾക്കുള്ള സ്ഥലം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പക്ഷെ അവന്റെ കുടുംബം അവനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അമ്മ മകനോടൊപ്പം നടന്നുകൊണ്ടിരുന്നു. കുട്ടി ഹെൽമറ്റ് ഊരുമാറ്റി. അകലെ നിന്ന് ഒരു നിലവിളി അവർ കേട്ടു. മഴ വീണ്ടും തുടങ്ങി. അവർ പരസ്പരം മുറുകെ പിടിച്ചു. അപ്പോഴേക്കും അയാൾ ഓടി വന്നു. ഹെൽമറ്റും മകന്റെ മേൽ തിരികെ വെച്ചിട്ട് കാട്ടിലേക്ക് ഓടി. വഴിയിൽ അയാൾക്കൊരു ഷീറ്റ് ലഭിച്ചു. മഴയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അയാൾ അത് അവരുടെ തലയ്ക്ക് മുകളിൽ പിടിച്ചു. മഴ കൂടുതൽ കനത്തു. അവന്റെ ശരീരം പൊള്ളാൻ തുടങ്ങി. പക്ഷേ അവൻ നിന്നില്ല. അവന്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത പോലെയായി. പക്ഷേ അവൻ തളർന്നില്ല. മുന്നിൽ ഒരു ഗുഹ കണ്ടു. അവൻ തന്റെ കുടുംബത്തെ അകത്തേക്ക് തള്ളി. രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.